ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തി. റോഡ് അടയ്ക്കുന്നതോടെ പ്രദേശവാസികൾക്ക് ഏറെ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ വളാഞ്ചേരിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന സ്ഥിതിയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധവും അവിടെ നടത്തി. ആറുവരിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ ജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിക്കുകയാണ്. ഒപ്പം ചില പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടപ്പാറയിലാണ്. ഇവിടെ സർവീസ് റോഡ് പൂർണ്ണമല്ല. എൻ്റെ തൊട്ടുപിറകിൽ ഈ സർവീസ് റോഡ് അവസാനിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. വളാഞ്ചേരി നഗരത്തിലെത്താൻ ഇനി പാടുപെടണം. വട്ടപ്പാറയിൽ നിന്നുള്ള സർവീസ് റോഡ് അടയ്ക്കുന്നതോടെയാണ് നഗരത്തിലേക്ക് എത്തേണ്ടവർ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഇതിൽ കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികളും നഗരത്തിലെ ആശുപത്രികളെ ആശ്രയിക്കുന്നവരും പെടും. സർവീസ് റോഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞ ദേശീയപാത അധികൃതർ കൂരിയാടുണ്ടായ സംഭവത്തെ തുടർന്ന് പദ്ധതി നിർത്തിവെച്ചതായാണ് വിവരം. ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് യാത്രക്കാർ. വളാഞ്ചേരിയിലേക്ക് പോകേണ്ടവർ ദേശീയപാത വഴി ഓണിയൻ പാലത്തിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് വളാഞ്ചേരിയിലേക്ക് പോകണമെന്നാണ് നിർദ്ദേശം. കാവുംപുറത്തേക്കും വളാഞ്ചേരിയിലേക്കും എത്താൻ കഞ്ഞിപ്പുര പഴയ റോഡ് വഴിയും ഇനി യാത്ര ചെയ്യേണ്ടി വരും. ഇടുങ്ങിയ ഈ പാതയിൽ ഇത് ഗതാഗതക്കുരുക്കിനും വഴിയൊരുക്കും. വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട അവസ്ഥയിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. ഒരു സർവീസ് റോഡ് എവിടെയെങ്കിലും നിങ്ങൾ ഡെഡ് ലൈൻ ആയിട്ട് കണ്ടിട്ടുണ്ടോ? എന്നാൽ അത് വട്ടപ്പാറയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഡെഡ് ലൈനാണ്. ഇവിടെ ഇവർ പറയുന്നത് ഇതുവരെ റോഡുള്ളൂ. ഇവിടെ നിന്ന് ഇനി ആരെങ്കിലും ഇവിടെ എത്തിയാൽ തിരിച്ചു പോയി അങ്ങോട്ട് പോയി 4 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് വളാഞ്ചേരിയിലേക്ക് പോകണം. കേവലം 150 മീറ്ററിൽ താഴെയുള്ള സ്ഥലത്തേക്ക് താഴെ അവിടെ ഒരു സർവീസ് റോഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു ചെറിയ പ്രോബ്ലം വലിയ വിഷയമാക്കി മാറ്റിയിരിക്കണം. പാലക്കാട്, പട്ടാമ്പി, പെരിന്തൽമണ്ണ, കുറ്റിപ്പുറം എന്നിവിടങ്ങളിലേക്കും വളാഞ്ചേരിയിൽ എത്തിയാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. റോഡ് അടക്കുന്നതോടെ ഇവിടങ്ങളിലേക്കും എത്താൻ യാത്രക്കാർ ബുദ്ധിമുട്ടും. നിരവധി സ്ഥാപനങ്ങൾ നടത്തുന്ന വളാഞ്ചേരിയിലെ വ്യാപാരികളും ഇവയെല്ലാം പൂട്ടിപ്പോകേണ്ട അവസ്ഥയിലുമാകും. ബന്ധപ്പെട്ടവർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. സർവീസ് റോഡ് അടക്കുന്ന തീരുമാനവുമായി മുന്നോട്ട് പോകരുത് എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബന്ധപ്പെട്ടവർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ജനകീയ പ്രക്ഷോഭവും നടത്തി. ഇനിയും തങ്ങളെ വട്ടം കറക്കരുത് എന്നാണ് പൊതുജനത്തിന് പറയാനുള്ളത്. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. എന്നാലും ദേശീയപാത വികസനവും ഈ ആറുവരി പാതയാക്കലൊക്കെ കഴിഞ്ഞ് കുറേ നാളുകളായി നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പരമാവധി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് എല്ലായിടത്തുമുള്ള ജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ആവശ്യങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് കാണാതെ പോകരുത് എന്നാണ് നാട്ടുകാർ തുടർച്ചയായി ആവശ്യപ്പെടുകയും ചെയ്തത്. സർവീസ് റോഡ് അടച്ചതോടെ അധിക സമയമെടുത്താണ് യാത്രക്കാർ വളാഞ്ചേരിയിൽ എത്തുന്നത് എന്ന കാഴ്ച നമ്മൾ കണ്ടു. ജില്ലയ്ക്ക് പുറത്തേക്ക് പോകേണ്ട ദീർഘദൂര യാത്രക്കാരും ഇതുമൂലം വലിയ ദുരിതത്തിലാണ്. കുറച്ചുകൂടി പ്രതികരണങ്ങൾ കാണാം. ഞങ്ങളുടെ വളാഞ്ചേരിക്കാരുടെ മാത്രം ഒരു പ്രശ്നമല്ല. തൊട്ട സമീപ പഞ്ചായത്തായിട്ടുള്ള ഇരുമ്പുളിയം പഞ്ചായത്തിലെയും അതുപോലെ തന്നെ എടിയൂർ പഞ്ചായത്തിലെയും എല്ലാം ആളുകൾ പ്രധാനമായും വളാഞ്ചേരിയിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ റോഡും കൂടിയാണ് ഈ റോഡ്. ഇവിടുന്ന് 10-200 മീറ്റർ പോയി കഴിഞ്ഞാൽ എത്തുന്ന ഒരു 300-400 മീറ്റർ ഉണ്ടാവും കാവുംപുറം ടൗണിലേക്ക്. അങ്ങോട്ട് എത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് വേണം എത്താൻ. അപ്പോൾ എന്തായാലും ഈ വിഷയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ നിലനിൽപ്പിൻ്റെയും കൂടി വിഷയമാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏരിയയുടെ കൗൺസിലറാണ് ഞാൻ. നമുക്കറിയാം, വെള്ളത്തിൻ്റെ വിഷയവും അതുപോലെ ഒരുപാട് ദുരിതങ്ങൾ ആ ഒരു ഭാഗത്തുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു വികസനത്തിന് തടസ്സം നിൽക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുവരെ നിന്നത്. അപ്പോൾ തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സമരത്തിന് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത്.